വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ബംഗ്ലാദേശിനെ പറ്റിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ ഒന്നര വർഷം ഇന്ത്യ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ് നമ്മുടെ ബൈലാട്രിയൽ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് മാത്രമൊന്നുമല്ല, അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ട്രേഡ്. ഇന്ത്യ ബംഗ്ലാദേശ് ട്രേഡ് കുളമായി. പല ഇന്ത്യൻ ഗുഡ്സിനും ബംഗ്ലാദേശ് അഡീഷണൽ ടാരിഫ് അമേരിക്ക ഏർപ്പെടുത്തുന്ന പോലെ ഏർപ്പെടുത്തി. ഇന്ത്യൻ സവാളയുടെ കാര്യം ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞു. അത് വളരെ ഇന്ത്യയിൽ അതിൻ്റെ വില കുറഞ്ഞു. കാരണം 13 ലക്ഷം ടണ്ണാണ് ഒരു വർഷം ഇന്ത്യയിൽ നിന്നും അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇന്ത്യൻ കോട്ടൺ, അതായത് ബംഗ്ലാദേശികൾ ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യയിൽ നിന്നും കോട്ടൺ വാങ്ങിയിട്ട് ആ കോട്ടൺ ഗാർമെൻറ്റ് അപ്പാരലായിട്ട് എടുത്ത്, കാരണം ഇന്ത്യ വളരെ ചീപ്പായിട്ട് ഇത് കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം സബ്സിഡൈസ്ഡ് ആയിട്ട് ഇന്ത്യ ബംഗ്ലാദേശിനെ സഹായിക്കാൻ വേണ്ടി. പിന്നെ അതേപോലെ തന്നെ കോട്ടൺ കർഷകർക്ക് ഈ സാധനം വിറ്റുപോവുകയും ചെയ്യും. ആ പരിപാടി അതവർ പൂർണ്ണമായിട്ട് കൂടുതൽ ടാരിഫ് ഏർപ്പെടുത്തുക മാത്രമല്ല, അത് ബാൻ ചെയ്ത് പൂർണ്ണമായിട്ട് ഒരു അമേരിക്കൻ കോട്ടൺ എടുക്കാൻ തീരുമാനിച്ചു. ബാക്കിയുള്ള സംഭവങ്ങൾ നിങ്ങൾക്കറിയാം. ബോർഡർ ഡിസ്പ്യൂട്ട്, ബോർഡറിലുള്ള പ്രശ്നം, ഇവിടെ നിന്നുള്ള കന്നുകാലികളെ അങ്ങോട്ട് കൊണ്ടുവന്ന പ്രശ്നം, അതിൻ്റെ BSF വെടിവെപ്പ്, ആൾക്കാർ മരിക്കുന്നു ഓരോ ആഴ്ചയിൽ ഇത്ര വെച്ച്. അതേപോലെ ഇന്ത്യയുടെ ബോർഡർ സ്റ്റേറ്റായ ബംഗാളിലും അസമിലും ഇലക്ഷൻ കമ്മീഷൻ്റെ SIRുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പ്രശ്നമുണ്ടാകുന്നു. പിന്നെ മുർഷിദാബാദ് വെസ്റ്റ് ബംഗാളിലുണ്ടാകുന്ന പ്രശ്നം, അവിടെ ബാബറി മസ്ജിദ് പണിയാൻ വേണ്ടിയുള്ള ശ്രമം, അതിന് ഈ പറയുന്നവർ ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശി മുസ്ലിങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ആസാമിലും ബംഗാളിലും ഇലക്ഷൻ നടക്കാൻ പോകുന്നു. ആസാമിൻ്റെ മുഖ്യമന്ത്രി ബംഗ്ലാദേശികളെ പറയുന്നതും അവിടുത്തെ മുസ്ലിങ്ങളെ പറ്റി പറയുന്ന കമൻറ്റുകളൊക്കെ ഒരു ഭാഗത്ത്. ഇതിനിടയ്ക്ക് ബംഗ്ലാദേശ് ഇലക്ഷൻ നടന്നു. ഏറ്റവും പ്രധാനം, അന്നത്തെ ഏകദേശം 15 വർഷം പ്രധാനമന്ത്രിയായത് ഷെയ്ഖ് ഹസീന, അവർ ഇന്ത്യയിലോട്ട് പൊളിറ്റിക്കൽ അസൈലവുമായിട്ട് ഇന്ത്യയിൽ വരുന്നു. അവിടുത്തെ കോർട്ട് അവരെ കൺവിക്റ്റഡായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. അതിനിടയ്ക്ക് ഇലക്ഷൻ വരുന്നു. താരിഖ് അഹമ്മദ് ഖാലിദാസിയുടെ മകൻ 17 വർഷത്തെ വനവാസത്തിന് ശേഷം തിരിച്ച് ബംഗ്ലാദേശിൽ വരുന്നു. അദ്ദേഹം ഇലക്ഷനിൽ മത്സരിക്കുന്നു. 2 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ലാൻഡ് സ്ലൈഡ് വിക്ടറിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ചോദ്യമുണ്ട്. ഇന്ത്യ ബംഗ്ലാദേശ് ഈ പറയുന്ന ഇന്ത്യയുടെ ഡിപ്ലോമസിയും ബംഗ്ലാദേശിൻ്റെ ഡിപ്ലോമസിയും പഴയ രൂപത്തിൽ ആകുമോ ഇല്ല? ഇതാണ് പ്രധാനപ്പെട്ട കാരണം. കാരണം ഈ റീജിയണിലെ ജിയോ പൊളിറ്റിക്സിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതായിരിക്കും ഈ പറയുന്ന ഡിപ്ലോമസി പഴയ രൂപത്തിലായില്ല എങ്കിൽ, അത് ഫർദർ എസ്കലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്കകത്തും ഇന്ത്യൻ റീജിയൻ്റെ, നമ്മുടെ ജിയോ പൊളിറ്റിക്കൽ റീജിയൻ്റെ അകത്തും അത് വലിയ ഇഷ്യൂ ആണ് ഉണ്ടാകാൻ പോകുന്നത്. ആദ്യം മനസ്സിലാക്കിയിട്ട് ചില പോയിന്റ് ഉണ്ട്. ബംഗ്ലാദേശിൻ്റെ ഇന്നത്തെ വരാൻ പോകുന്ന പ്രൈം മിനിസ്റ്റർ താരിഖ് അഹമ്മദ്, അദ്ദേഹത്തിനെതിരെ പല കേസുകളുണ്ടായി, അഴിമതി ആരോപണമുണ്ടായി, മറ്റു സംഭവങ്ങളുണ്ടായി. അവസാനം അമേരിക്കൻ പ്രഷറും UK പ്രഷറും മറ്റു രാജ്യങ്ങളൊക്കെ ഇടപെട്ടിട്ട് അയാൾ അവിടുന്ന് അങ്ങ് പോവുകയാണ്. ബംഗ്ലാദേശി സർക്കാരിനോട് പറയുന്നു അയാളെ അവിടുന്ന് വിടുക, മറ്റുള്ള പ്രശ്നങ്ങൾ ഫർദർ കാര്യങ്ങളൊക്കെ പിന്നീട് ഡിസ്കസ് ചെയ്യാം, അദ്ദേഹം ഇനി ബംഗ്ലാദേശിന് നിൽക്കേണ്ട ആവശ്യമില്ല, അയാളെ അവിടുന്ന് അങ്ങോട്ട് വിടുക. അവർ പ്രഷറൈസ് ചെയ്തതിൻ്റെ പേരിലാണ് ഷെയ്ഖ് ഹസീന പോലും അയാളെ ബംഗ്ലാദേശിൽ നിന്ന് അവിടുന്ന് പോകാൻ സമ്മതിക്കുന്നത്. ഇതാണ് ആദ്യം പ്രഥമമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് രണ്ടാമത്തെ കറക്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്. ഖാലിദാസിയുടെ പാർട്ടിയും BNPയും, അതായത് ഖാലിദ് മരിച്ചുപോയി, BNP എന്ന് പറയുന്നത് ബേസിക്കലി ആൻറ്റി ഇന്ത്യയാണ്. ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് എന്ന് പറയുന്നത് ഒരു പ്രോ ഇന്ത്യയാണ്. ഇതാണ് രണ്ട് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം ഇയാൾ UK താമസിക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല വിസിറ്റുകളിൽ UK മറ്റു പല രാജ്യങ്ങളിലൊക്കെ പോയപ്പോൾ അദ്ദേഹം സ്ട്രാറ്റജിക്കലായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ ശ്രമിച്ചു, സംസാരിച്ചു പല ആവർത്തി. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു, തിരിച്ച് ബംഗ്ലാദേശിൽ വരണം, പൊളിറ്റിക്സിൽ ആക്റ്റീവ് ആകണം. ഉറപ്പായിട്ട് ഇന്ത്യ അഡ്മിനിസ്ട്രേഷൻ അതിനെ ഒരു പ്രോ ആക്റ്റീവായിട്ട് അതിനെ എടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഒരു കാരണവശാലും ഷെയ്ഖ് ഹസീന അത് പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് ഇന്ത്യയുടെ മിഷനാണെങ്കിൽ ഇയാൾ ഈ പറഞ്ഞ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക്
വളരെ ശക്തമായ രീതിയിൽ ഷെയ്ഖ് ഹസീനയോട് പറയാനും പറ്റത്തില്ല. അതിൻ്റെ പേരിലാണ് പിന്നീട് അയാൾക്ക് അങ്ങോട്ട് തിരിച്ചു വരാനുള്ള സാഹചര്യം പൂർണ്ണമായിട്ടും ഇല്ലാതായി. പിന്നീട് ബംഗ്ലാദേശിൽ വലിയ, അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഇലക്ഷൻ എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ നടന്നു കഴിഞ്ഞപ്പോഴാണ് അത് പൊളിറ്റിക്കലി റിഗ് ചെയ്ത് ഫേക്കായിട്ട് സംഭവം ഉണ്ടാക്കിയിട്ടാണ് അവാമി ലീഗിൻ്റെ ഷെയ്ഖ് ഹസീന അവിടെ അധികാരത്തിൽ വരുന്നത്. അത് വെൽ എസ്റ്റാബ്ലിഷ്ഡാണ്, ലോകം മുഴുവനും അറിയാവുന്ന വസ്തുത തന്നെയാണ് ഈ സംഭവം. പിന്നീട് അവർ അൺപോപ്പുലർ ആകുന്നു, അവർക്കെതിരെ വലിയ ന്യൂജൻ സമരം നടക്കുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ അകത്തോട്ട് റാഡിക്കൽ ഇസ്ലാം കയറുന്നു, ജമാഅത്ത് ഇസ്ലാം, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കയറുന്നു. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ഇന്ത്യയാണ്. അവാമി ലീഗിനെയും ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയുള്ള സ്ലോഗൻ മുഴുവൻ ഇന്ത്യക്കെതിരെയായിട്ടങ്ങ് മാറി. അതിന് പറ്റിയ സാഹചര്യം ഇന്ത്യ ഉണ്ടാക്കി കൊടുത്തു. എന്താണ് അതിൻ്റെ സാഹചര്യം ഇന്ത്യ ഉണ്ടായി? കാരണം ഇന്ത്യയിൽ ഈ പറയുന്ന മുസ്ലിങ്ങൾക്കെതിരെ വേട്ടയാടുന്നു, ഹണ്ട് ചെയ്യുന്നുള്ള സംഭവം അവരും അങ്ങ് പറഞ്ഞു. കാരണം ഇന്ത്യ ഗവൺമെൻറ്റും BJPയുടെ പൊളിറ്റിക്കൽ പാർട്ടിയും സംഘ് പരിവാറും മുസ്ലിങ്ങൾക്കെതിരെയാണ്. ഇതും അവിടെ സ്പാർക്ക് ചെയ്തു. അങ്ങനെയാണ് അവിടെ ഏകദേശം 1.5 കോടിയോളം ഹിന്ദുക്കളുണ്ട്, അതായത് ബംഗ്ലാദേശി ഹിന്ദുക്കളുണ്ട്. അവർക്കെതിരെ ഈ സംഭവങ്ങൾ കുറച്ച് തിരിയുന്നു, അവർക്ക് ജീവിക്കാൻ പറ്റാതായി, അവർക്കെതിരെ കലാപം നടക്കുന്നു. ഇതൊക്കെ ഇതിൻ്റെ പാർട്ടായിട്ട് പണ്ട് എത്ര പേര് മരിച്ചു എന്നുള്ള കണക്കുകളൊക്കെ ഓരോ ദിവസം ഇന്ത്യൻ പത്രങ്ങളിൽ വരുന്നുണ്ട്. ഉണ്ടായ സംഭവം അവിടെയുള്ള ഹിന്ദു സ്ത്രീകൾക്ക്, അതായത് തിലക്, അതേപോലെ സിന്ദൂരം, അതേപോലെ കയ്യിൽ ചരട് പുരുഷന്മാർ, ഇവർക്കൊന്നും ഇത് കെട്ടാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാക്കി. ഇതാണ് ഞാൻ ഈ പറയുന്നത്. പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ പലതും ചെയ്ത് ഇവിടെ ഒരു മുസ്ലിമിൻ്റെ താടി വടിക്കാനും അയാളെ പൊടിച്ച് സനാതനിയാക്കാനും അയാളുടെ പേരനുസരിച്ച് നിങ്ങൾ ആക്രമിക്കാൻ ശ്രമിക്കുക. തിരിച്ച് ബംഗ്ലാദേശിൽ ഇതിൻ്റെ 2 ഇരട്ടി പണി കിട്ടും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, റെസിപ്രോക്കൽ. ഇത് തമാശയല്ല. ഇന്ത്യയിലുള്ള ഈ സംഘപരിവാറിന് എത്ര ആൾക്കാർക്ക് അറിയായിരുന്നു? അവിടെയുള്ള ഹിന്ദുക്കളെ ഇത് റിറ്റാലിയേഷനും അറ്റാക്കും നടക്കും എത്ര പേർക്ക് അറിയായിരുന്നു? ഇപ്പോഴെല്ലാവർക്കും പിടികിട്ടി. അതായത് ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ പണി കിട്ടും. അതുകൊണ്ട് പിന്നെ SIR എന്തുകൊണ്ടാണ് ഗവൺമെൻറ് കഴിഞ്ഞ 6 മാസം കൊണ്ട് ഇവർ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭയങ്കര SIR, മുസ്ലിങ്ങളെ ഓടിക്കുന്ന പരിപാടി, ബംഗ്ലാദേശികളെ ഓടിക്കുന്ന പരിപാടി കഴിഞ്ഞ 6 മാസം കൊണ്ട് എന്താ നിർത്തിവെച്ചത്? കാരണം അറിയാം, കാരണം ആ രാജ്യത്തുള്ള മുസ്ലിങ്ങൾ മുഴുവനും ഇന്ത്യക്കെതിരെ തിരിയുകയാണ്. അതൊന്ന് മയപ്പെടുത്താൻ വേണ്ടിയാണ് ഗവൺമെൻറ് ഫർദറായിട്ട് SIRും ഈ പറഞ്ഞ ഇൻഫിൽട്രേഷനും പരിപാടികളൊക്കെ ഇതിനെ മോണിറ്റർ ചെയ്യുന്ന പരിപാടികളൊക്കെ കുറച്ചത്. ഇതാണ് അതിൻ്റെ കാര്യം, ഇതാണ് റീസൺ എന്ന് പറയുന്നത്. കാരണം തിരിച്ചു അവരെ അറ്റാക്ക് ചെയ്യുന്ന പിടികിട്ടി. നമ്മുടെ റിലേഷൻഷിപ്പ് ഏറ്റവും മോശമായി. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഈ BNP എന്ന് പറഞ്ഞ പാർട്ടി അവരുടെ ഇലക്ഷൻ ക്യാമ്പയിൻ അതിലേറ്റവും പ്രധാനം ഉന്നയിച്ച സംഭവം എന്തുവാ? ഇന്ത്യയുമായിട്ടുള്ള ഇഷ്യൂ ആണ്. അതാണ് അവർ പറയുന്നത്, ഇന്ത്യയുമായിട്ടുള്ള ഇഷ്യൂ ആണ്. ഇന്ത്യക്കെതിരെയാണ് അവർ ക്യാമ്പയിൻ ചെയ്ത് ഈ മാസീവായിട്ടുള്ള ലാൻഡ് സ്ലൈഡ് ഒരു വിക്ടറി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവമുണ്ട്. അവിടെ താടി വെച്ച ഹാർഡ് കോറായിട്ട് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട് ആളുകളെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ല. അതിൽ നമ്മൾ ബംഗ്ലാദേശികളെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം. കാരണം അവർക്കൊരു പൊളിറ്റിക്കൽ ലീഡറെയാ വേണ്ടേ, എഡ്യൂക്കേറ്റഡ് ലീഡറെയാ വേണ്ടേ. ഇതേപോലെയുള്ള റാഡിക്കൽ ഇസ്ലാമിൻ്റെ ഒരാളെ പ്രധാനമന്ത്രിയായിട്ട് അവർക്കും താല്പര്യമില്ല. അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കണം, ബംഗ്ലാദേശികൾ ഈ പറയുന്ന പോലെ അത്രമാത്രം അതിതീവ്രമായ ഇസ്ലാമിക തോട്ട്സിൽ പോകുന്നവരല്ല. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കീ പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ ഫോറിൻ എഡ്യൂക്കേറ്റഡ്, അതായത് താരിഖ് റഹ്മാൻ, അയാളുടെ പാർട്ടിക്കോ അയാളെ 2 കോൺസ്റ്റിറ്റ്യുവൻസിൽ വിജയിപ്പിക്കുകയും ഏകദേശം ലാൻഡ് സ്ലൈഡ് വിക്ടറിയിലോട്ട് കൊണ്ടുപോവുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവരൊരു മോഡേൺ യുഗത്തിലോട്ട് വരാൻ താല്പര്യമുള്ളവരാണ്. ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. പക്ഷേ ഇന്ത്യക്ക് വരാൻ പോകുന്ന സമയത്ത് വലിയ വെല്ലുവിളികൾ ഉണ്ടാകാൻ പോവുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം പറയാം. അതായത് ഇന്ത്യയിൽ T20 വേൾഡ് കപ്പ് ക്രിക്കറ്റ് നടക്കുകയാണ്. എന്തുകൊണ്ടാണ് ബംഗ്ലാദേശി ടീം അത് ബോയ്ക്കോട്ട് ചെയ്യേണ്ട കാരണം ഈ ഇലക്ഷനിൽ അധികാരത്തിൽ വന്ന പാർട്ടി അവർ തന്നെയാണ് ആദ്യം, അവരുടെ നേതാക്കൾ തന്നെയാണ് പറഞ്ഞത് ഇന്ത്യയുമായിട്ടൊരു ക്രിക്കറ്റ് കളിക്ക് പോകേണ്ട ആവശ്യമില്ല. അത് ജമാഅത്ത് ഇസ്ലാമി എന്നുമല്ല പറയുന്നത്. ആദ്യം പറയുന്നത് BNP, ബംഗ്ലാദേശ് നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡേഴ്സാണ് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യുന്നത്. കാരണം അവിടെയുള്ള ജനങ്ങൾക്ക്
ഇന്ത്യ എന്ന് പറഞ്ഞ് ഇന്ത്യക്കാരുമായിട്ട് നമ്മൾ 71 ലിബറേഷൻ വാർ, ഇന്ത്യയാണ് ആ രാജ്യം ഉണ്ടായിക്കൊടുത്തത്. പക്ഷേ അവരുടെ ഏറ്റവും വലിയ ലോകത്തിലെ ശത്രുക്കൾ ഇപ്പോൾ ഇന്ത്യക്കാരായിട്ട് മാറി. ഇതാണ് ബേസിക്കലി ഞാൻ പല ആവർത്തി പറഞ്ഞത്. മോദി ഡിപ്ലോമസിക്കകത്ത് പരാജയമുണ്ടായി. എങ്ങനെയാണ് ഷെയ്ഖ് ഹസീനയുടെ ഇഷ്യൂ അതുമായി ബന്ധപ്പെട്ട് ഫർദർ ഇത് പല രീതിയിൽ എസ്കലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴും അവിടെ മീഡിയയിലും മെയിൻ സ്ട്രീം മീഡിയയിലും സോഷ്യൽ മീഡിയയിലും ഇത്രമാത്രം ആൻറ്റി ഇന്ത്യൻ സ്ലോഗൻ വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഡിപ്ലോമസി ആണെങ്കിലും നമ്മുടെ ഏജൻസികളാണെങ്കിലും ഇത് പ്രോപ്പറായിട്ട് ടാക്കിൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ല? അതുകൊണ്ട് അടുത്ത വലിയൊരു ശത്രുവിനെ നമുക്കുണ്ടാക്കി കിട്ടി. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. താരിഖ് റഹ്മാൻ എന്ന് പറയുന്ന പക്ക ആൻറ്റി ഇന്ത്യനാണ്. ചുമ്മാ അത് പറയുന്നതാണ്. അയാളുടെ പഴയ സ്റ്റേറ്റ്മെൻറ്റും അയാൾ പോയ സമയത്തും അയാൾ എടുത്തിരിക്കുന്ന നിലപാടും അയാളുടെ പോളിസിയും ഈ പറയുന്ന ഖാലിദാസിയുടെ പോളിസിയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും ആൻറ്റി ഇന്ത്യനാണ്. അതിൽ നിന്ന് അയാൾക്ക് വ്യതിചലിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ റീസണും കൂടെ ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ട് പറ്റത്തില്ല. അതായത് മോദി ഗവൺമെൻറ്റിന് പറ്റുമോ പാകിസ്ഥാനുമായിട്ടൊരു ഡിസ്കഷൻ നടത്താൻ? കാരണം ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് മുസ്ലിമിനും ഇസ്ലാമിനും പാകിസ്ഥാനും എതിരെയാണ്. ഇനി പെട്ടെന്ന് മോദി ഗവൺമെൻറ് തീരുമാനിക്കുകയാണ് പാകിസ്ഥാൻ ഗവൺമെൻറ്റുമായിട്ടൊരു ടോക്സ് നടത്തുക, ഒരു നല്ല റിലേഷൻഷിപ്പ്, ഒരു ട്രേഡ് ഉണ്ടാക്കും എന്ന് പറഞ്ഞ് ഇവിടെയുള്ള സംഘപരിവാർ പ്രശ്നമായി. കാരണം ഒരു ഹിന്ദു രീതിയിലുള്ള മെജോറിറ്റി ഗവൺമെൻറ് അവിടെ ഭരിക്കുന്നത്. അതോടുകൂടി അവരുടെ അണികൾക്ക് ഇഷ്യൂ ഉണ്ടാകും. അതേപോലെ തന്നെ ഈ ബംഗ്ലാദേശിൽ അവിടെ ഉണ്ടായിരിക്കുന്ന അവിടുത്തെ മുസ്ലിങ്ങളുടെ മെജോറിറ്റി മുസ്ലിങ്ങളുടെ ധാരണ ഇന്ത്യ എന്ന് പറയുന്നൊരു ഹിന്ദു രാഷ്ട്രമാണ്. ഇന്ത്യ ഭരിക്കുന്ന ഹിന്ദു നാഷണലിസ്റ്റ് വളരെ റാഡിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരെന്ന് പറയുന്ന പൂർണ്ണമായിട്ട് ഇസ്ലാമിക വിശ്വാസികളെ എതിർക്കുന്നവരാണ്. ആ ഒരു കാഴ്ച അവിടെ ഉണ്ടായി. അപ്പോൾ അതിനെയെല്ലാം ആ ഐസിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് അവിടുത്തെ ബംഗ്ലാദേശിൻ്റെ പുതിയ പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ ഇന്ത്യയുമായിട്ട് വീണ്ടും ഒരു ഫർദർ ടോക്സിനോ ട്രേഡ് ടോക്സിനോ ബൈലാറ്ററൽ ടോക്സിനോ ഒക്കെ വരികയാണെങ്കിൽ അവിടെ ജനങ്ങൾ മുഴുവൻ അയാൾക്കെതിരാവും. ഇതാണ് ഈ പ്രശ്നം എന്ന് പറയുന്നത്. അതൊരു വലിയ പ്രശ്നം തന്നെ. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിൻ്റൊക്കെ നിങ്ങൾക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്ന ഗ്രോയിങ് എക്കോണമിയാണ്, ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി തന്നെയാണ്. പല ഡേറ്റയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ടുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത്, അതായത് നമ്മളെ തളർത്താൻ വേണ്ടി ഏറ്റവും മുന്നിൽ നിന്ന രാജ്യമാണ് ചൈന. ചൈനയ്ക്ക് കിട്ടിയ വലിയൊരു അവസരമായിരുന്നു ഈ പറയുന്ന ഫാൽഗാം. അതിൻ്റെ പ്ലാനിങ്ങിൻ്റെ കാര്യം പല ആൾക്കാരും പറയുന്നത് ചൈന തന്നെയാണ് ഇത് പ്ലാൻ ചെയ്തത്. കാരണം ഇന്ത്യയുടെ ഗ്രോത്ത് തടയുക. രണ്ടാമത് അവർക്കത് പ്രോക്സിയായിട്ട് പാകിസ്ഥാനെ കിട്ടി. പാകിസ്ഥാനും ബംഗ്ലാദേശുമായിട്ട് യാതൊരു അടുപ്പമില്ലായിരുന്നു 10-14 വർഷം. അത് ചരിത്രത്തിൽ ആദ്യമായിട്ട് അവർ എയർ സർവീസ് തുടങ്ങി, അവരുടെ ട്രേഡ് തുടങ്ങി, മറ്റുള്ള ബന്ധങ്ങളിലോട്ട് പോകുന്നു. പാകിസ്ഥാൻ ഡിഫൻസ് ഫോഴ്സ്, അതായത് പാകിസ്ഥാൻ ഗവൺമെൻറ് J-17 യുദ്ധവിമാനങ്ങൾ കൊടുക്കുന്നു. ചൈന മറ്റുള്ള ആയുധങ്ങൾ സപ്പോർട്ടീവായിട്ട് ബംഗ്ലാദേശിന് കൊടുക്കുന്നത്. അതായത് ചൈനയ്ക്ക് 2 പ്രോക്സീസിനെ ഉണ്ടാക്കുക. ഒന്ന് പാകിസ്ഥാൻ, ഇന്ത്യയുടെ ഇപ്പുറത്തെ ഭാഗത്ത്, അപ്പുറത്തെ ഭാഗത്ത് ബംഗ്ലാദേശ്. ഒരു കാരണവശാലും ഫർദർ ഇന്ത്യ ഡെവലപ്പ് ചെയ്യാൻ സമ്മതിക്കരുത്. ഇന്ത്യ ഫർദർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അടി കിട്ടുന്ന ബംഗ്ലാദേശിനും പാകിസ്ഥാനൊന്നുമല്ല, ഈ ചൈനയിൽ പോയിരിക്കുന്ന ഗ്ലോബലായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ്, അതായത് മാനുഫാക്ചേഴ്സ്, ഈ സംഭവങ്ങളെല്ലാം ഇന്ത്യയിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതിന് ചൈന അനുവദിക്കത്തില്ല. അതിന് ഏറ്റവും നല്ലത് ഇതേപോലെ പ്രോക്സീസിനെ വെച്ച് ടെൻഷൻ ഉണ്ടാക്കുക, ചിക്കൻ നെക്കിൻ്റെ ഇഷ്യൂ ഉണ്ടാകുക, ഇന്ത്യയിലുള്ള മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അതിന് ചൈനയ്ക്ക് 2 പ്രോക്സീസിനെ പ്രോപ്പറായിട്ട് കിട്ടി. അതിലേറ്റവും ലേറ്റസ്റ്റാണ് ബംഗ്ലാദേശ്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ എൻ്റെ സീനിയറായിട്ടുള്ള മന്ത്രിമാരും അവിടെയുള്ള ക്യാബിനറ്റിലെ സീനിയർ മന്ത്രിമാരും പൊളിറ്റീഷ്യൻസും പറയുന്നത് ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ ഏതെങ്കിലും രീതിയിൽ മിലിറ്ററി അഡ്വഞ്ചർ, അതായത് മിലിറ്ററി മൂവ്മെൻറ്റ് വല്ലതും നടത്തുവാണെങ്കിൽ പാകിസ്ഥാൻ ഇടപെടും. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം പാകിസ്ഥാനും സൗദി അറേബ്യ ഒരു പാക്ട് ഉണ്ടാക്കുന്നു. അതായത് പാകിസ്ഥാനിൽ അറ്റാക്ക് ചെയ്യുന്ന സൗദിയെ അറ്റാക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കും, സൗദിയെ അറ്റാക്ക് ചെയ്യുന്ന പാകിസ്ഥാനെ പോലെ ആകും. അതിനകത്ത് ടർക്കി ജോയിൻ ചെയ്യുന്നു. ഇനി അടുത്ത് മറ്റു പല അറേബ്യൻ രാജ്യങ്ങൾ അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാനുള്ളത് ഇസ്ലാമിക നാറ്റോ രാജ്യം എന്ന രീതിയിൽ അമേരിക്കയുടെ എല്ലാ പിന്തുണയോടും കൂടി. അതാണ് മനസ്സിലാക്കേണ്ടത്. അമേരിക്കൻ പിന്തുണയില്ലാതെ ഈ സംഭവങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഇതിനകത്തോട്ട് ബംഗ്ലാദേശും കൂടെ കയറി വരുന്നു.
ഈ ഗെയിം നിങ്ങൾ മനസ്സിലാക്കണം. വന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശിന് ഇതേപോലൊരു കവറ് ഇവരൊന്ന് കൊടുക്കുക. ഇസ്ലാമിക രാജ്യങ്ങളുടെ കവറ് ഇസ്ലാമിനെതിരെയാണ്. ഇന്ത്യയാണെങ്കിലും ഇന്ത്യയിലെ ഹിന്ദു മെജോറിറ്റിയായ BJP ആണെങ്കിലും സംഘപരിവാർ ഭരിക്കുന്ന BJP ഗവൺമെൻറ്. അതുകൊണ്ട് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ബംഗ്ലാദേശിനല്ല, ഇസ്ലാമിക വിശ്വാസികൾക്കാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അലയൻസും ഈ പറയുന്ന ഒരു സൈനിങ്ങും എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ആ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം അതിനകത്ത് എല്ലാ രീതിയിലും പിന്തുണ എന്ന് പറഞ്ഞ് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഇന്ത്യയിൽ അരക്ഷിതാവസ്ഥയും ടെൻഷനും ഉണ്ടാക്കുക, അത് മാക്സിമം ചൈന മുതലെടുക്കുന്നു. ഇന്ത്യ ഒരു സമാധാനത്തോട് പോയി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ട് മുന്നോട്ട് പോകും. അതിന് ഒരു കാരണവശാലും പാകിസ്ഥാനെ കൊണ്ടും ബംഗ്ലാദേശിനെ കൊണ്ടും ഹ്യൂജ് ബോർഡറാണ്. ഏകദേശം 4300 കിലോമീറ്ററാണ് ബംഗ്ലാദേശ് ഇന്ത്യ ബോർഡർ. ആ ബോർഡറിനകത്ത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാരണമുണ്ട്. BJP ഗവൺമെൻറ് വന്ന ശേഷം കഴിഞ്ഞ 12 വർഷമായിട്ട് അവർക്കൊരു 100 കിലോമീറ്റർ പോലും ഫെൻസിങ് പോലും പണിയാൻ പറ്റുന്നില്ല. ഇതാണ് എൻ്റെ ക്രൂഷ്യൽ മാറ്റർ എന്ന് പറയുന്നത്. വളരെ വളരെ ക്രൂഷ്യലാണ്. അതേപോലെ ഈ ടെൻഷൻ നിലനിർത്തുക, ഇതേപോലെ ബംഗ്ലാദേശിനെ മുമ്പിൽ വെച്ച് കളിക്കുക. ഈ ഗെയിം ഈ പറയുന്ന 2 രാജ്യങ്ങളും മുന്നോട്ട് പോകും. കാരണം ഇത് അല്ലെങ്കിൽ ഇന്ത്യ എന്താണ് അടുത്ത സ്റ്റെപ്പ് മുന്നോട്ടെടുക്കുന്നത്, ഇതാണ് പ്രധാനപ്പെട്ട ഘടകം. ഇത് അമേരിക്ക ഇത് കണ്ടിച്ചിരിക്കും. ഇതാണ് അമേരിക്കയുടെ. കാരണം അമേരിക്കൻ ഡിപ്ലോമസിയെ പറ്റി ആദ്യം മനസ്സിലാക്കുക. അമേരിക്കയോട് അകലാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അമേരിക്ക പലരെ കൊണ്ടും നമ്മൾ പോലും ഒന്നും അറിയാതെ പലരെ കൊണ്ടും ഇട്ട് പണി തരും. ഇതൊക്കെ സർവൈവ് ചെയ്യാൻ ഇന്ത്യക്ക് കൊണ്ട് കഴിയുമോ? ഗ്രോത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. അതായത് ബോർഡർ ഡിസ്പ്യൂട്ട് ആണെങ്കിലും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ആണെങ്കിലും ഇന്ത്യയുടെ ചുറ്റുമുള്ള ഇതേപോലെയുള്ള ഇസ്ലാമിക ഇൻക്ലൂഡിങ് മോൾഡീവ്സ് ആണെങ്കിലും നമുക്ക് എത്രമാത്രം അഡ്വാൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും, ഇതിനെയൊക്കെ ബേസ് ചെയ്തായിരിക്കും ഫർദറായിട്ട് ഇൻഡോ ബംഗ്ലാദേശ് ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും നേപ്പാൾ ആണെങ്കിൽ തോക്കുന്നത്. അതായത് വളരെ ക്രൂഷ്യലാണ്. ഈ വന്നിരിക്കുന്ന പ്രധാനമന്ത്രി ചിലപ്പോൾ ഒരു ടോക്സ് അതൊക്കെ നടത്തും. ഇന്ത്യയുമായിട്ട് യാതൊരു കാരണവശാലും നല്ല ബന്ധത്തിൽ പോകത്തില്ല. പോകാനൊട്ട് ചൈനയും പാകിസ്ഥാനും സമ്മതിക്കില്ല. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇന്ത്യയുമായിട്ടുള്ള ട്രേഡിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഈ സംഭവങ്ങളൊന്നും സക്സസ് ആകാൻ സമയമെടുക്കും. കാരണം ഇന്നത്തെ ഒരു കണ്ടീഷനിൽ ബംഗ്ലാദേശിനെ സഹായിക്കുവാൻ മറ്റുള്ള അറബ് രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങളും ചൈനയും പാകിസ്ഥാനും ഒക്കെ തയ്യാറായിരിക്കുന്ന സമയത്ത് ഇപ്പോൾ പാകിസ്ഥാന് സാമ്പത്തിക സഹായമൊന്നും ബംഗ്ലാദേശിന് കിട്ടത്തില്ല. പക്ഷേ ചൈനയുടെ പല ഓഫറുണ്ട്. അതായത് ഇന്ത്യ ബംഗ്ലാദേശ് ഒരു ഡിസ്പ്യൂട്ടുണ്ട്. ഫറാക്ക് ഡാം എന്ന് പറഞ്ഞ ടീസ്റ്റാർ റിവറിൻ്റെ വാട്ടർ ഷെയറിങ് സംഭവമുണ്ട്. അതേപോലെ തന്നെ അവരുടെ പെട്രോളിയം സംഭവങ്ങളും ഇതൊക്കെയുണ്ട്. ഇതൊക്കെ അവർക്കത് ഈസി ആയിട്ട് അറബ് രാജ്യങ്ങളോടും അതേപോലെ ചൈനയുടെയൊക്കെ സപ്പോർട്ട്, അവരുടെ അഗ്രികൾച്ചറിൻ്റെ ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടി അവരിത് മാക്സിമം ശ്രമിക്കും. ആ സപ്പോർട്ടോടുകൂടി ബംഗ്ലാദേശ് എന്ന് പറഞ്ഞൊരു രാജ്യം ഇന്ത്യയുടെ പെർമനൻ്റ് എനിമിയായിട്ട് മാറും. ഇവിടെയാണ് മോദി ഗവൺമെൻറ് എത്രമാത്രം സക്സസ്ഫുൾ ആകാൻ സാധിക്കുമെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. കാരണം മുഴുവൻ ശത്രുക്കളെയും വെച്ച് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിന് പോകാൻ പറ്റില്ല. നമ്പർ 1. ഇനി ഫർദറായിട്ട് എസ്കലേറ്റ് ചെയ്യുവാണെങ്കിൽ ഇന്ത്യയിലെ സമാധാന അന്തരീക്ഷം എല്ലാ രീതിയിലും അതിനെ ബാധിക്കും. അത് ഗ്ലോബലായിട്ട് ഇന്ത്യയെ ടാർണിഷ് ചെയ്യും. അതായത് നമ്മുടെ മുമ്പിലുള്ള പോസിബിൾ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും ഈ ഹിന്ദുത്വത്തെ ആൻറ്റി മുസ്ലിം ആ രീതിയിൽ കൊണ്ടുപോകണോ. രണ്ടാമത്തേത് ഈ പറയുന്ന ബംഗ്ലാദേശുമായിട്ട് നല്ല രീതിയിൽ നല്ല ബന്ധത്തിൽ ഈ പറയുന്ന SIR മറ്റുള്ള പല ഇഷ്യൂസുകളുടെ ഒരു ഭാഗത്തുണ്ട്. അതിനെ എങ്ങനെയാണ് ഒരു കോൺവെർസേഷൻ ടോക്സിൽ കൂടെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഒരു കാര്യം ഞാൻ തീർത്തും പറയാം. പല ഇന്ത്യക്കാരായിട്ടുള്ള ഹൈക്കമ്മീഷൻ മെമ്പേഴ്സ് ആണെങ്കിലും ഇന്ത്യക്കാരായിട്ടുള്ള ബിസിനസ്സുകാരാണെങ്കിലും ഇന്ത്യക്കാരായിട്ടുള്ള ടൂറിസ്റ്റുകാരാണെങ്കിൽ ഇവരുടെയൊക്കെ വിസ ബംഗ്ലാദേശ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതാണ് കാരണം അത്രമാത്രം മോശമായ റിലേഷൻഷിപ്പാണ് ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻ. അത്രമാത്രം ശത്രുതയിൽ ഇൻഡോ ബംഗ്ലാദേശ് പോകുമ്പോൾ പൂർണ്ണമായിട്ടും മുതലെടുക്കാൻ പോകുന്ന ചൈനയാണ്. ഉറപ്പായിട്ടും പാകിസ്ഥാൻ അതിൻ്റെ വൈറ്റൽ റോളുണ്ട്. ഇതാണ് വല്ലാത്തൊരു സ്ഥിതിയിലോട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിനെ എത്തിച്ചിരിക്കുന്നത്. എങ്ങനെ ഇത് ടാക്കിൾ ചെയ്യാൻ സാധിക്കും? അതുകൊണ്ടാണ് ഖാലിദാസിയ മരിച്ച സമയത്ത് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പോകുന്നു,
ബംഗ്ലാദേശിൽ പോകുന്നു. ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ബംഗ്ലാദേശിൻ്റെ ഹൈക്കമ്മീഷനിൽ പോകുന്നു. അദ്ദേഹം ദുഃഖം രേഖപ്പെടുന്നു. കാരണം ഇന്ത്യ വളരെ പ്രോആക്റ്റീവായിട്ട് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. ഇത് ഈ പറയുന്ന വാചകടിയൊന്നുമല്ല, ഈ പറയുന്ന ബിഗ് ബ്രദർ സംഭവമൊന്നുമല്ല. ഇത് ഈ പറയുന്ന ഇതേപോലുള്ള പാരാസൈറ്റുകൾ കൊണ്ട് ഫർദറായിട്ട് പോയി കഴിഞ്ഞാൽ അത് ഇന്ത്യക്കാണ് ഭീഷണി. ഇന്ത്യയുടെ ഗ്രോത്തിനെ ബാധിക്കും, ഇന്ത്യയുടെ സെക്യൂരിറ്റിയെ ബാധിക്കും. ഇന്ത്യയുടെ ഫർദറായിട്ടുള്ള ഈ പറയുന്ന പല പൊളിറ്റിക്കൽ പാർട്ടി, അതായത് ഹിമന്ത് വിശ്വ ശർമ്മയാണെങ്കിലും മറ്റു പല പൊളിറ്റിക്കൽ പാർട്ടി BJP ലീഡേഴ്സും പറയുന്നതല്ല യാഥാർത്ഥ്യം. ഇതെന്ന് വെച്ചാൽ ഫയർ ഗെയിമാണ്. ഈ ഗെയിമിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ചൈനയാണ്. ഇത് മൗനമായിട്ട് സപ്പോർട്ട് കൊടുക്കുന്ന അമേരിക്കയാണ്. പിന്നൊരു രാജ്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനാണ്. ഇതിനെ എങ്ങനെ സെറ്റിൽ ചെയ്ത് ഓവർകം ചെയ്ത് ബംഗ്ലാദേശുമായിട്ട് നല്ല ബന്ധത്തിലുണ്ടാകും. മോദി ഒരു ശരിക്കും ആസിഡ് ടെസ്റ്റിലാണ്. ഈ ചലഞ്ച് വിജയിച്ചാൽ മാത്രമേ മോദി ഗവൺമെൻറ്റിന് ഗ്ലോബലി ഈ റീജിയനിലും സ്മൂത്തായിട്ട് പോകാൻ സാധിക്കൂ.